ശ്രീതു ഭയങ്കര വിഷമത്തിലാണ്. ശ്രീതു അവിടെ ബാത്റൂം ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ എല്ലാം അവിടെ ഇരുന്ന് ക്രീമൊക്കെ തേക്കുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് നോറ സംസാരിക്കുന്നുണ്ട്. നോറ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നു കൂടിയില്ല. അപ്പൊ നോറ പറയുന്നുണ്ട്, ഞാൻ ഇവളുടെ അടുത്താണ് പറയുന്നത്, ഇവള് വല്ലതും കേൾക്കുന്നുണ്ടോ എന്നിപ്പോ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ എന്ന് അവിടെ പറയുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് ശ്രീതു, അല്ല എനിക്ക് ആ ഗെയിം കളിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ സ്വയം എന്ന് എനിക്ക് തോന്നിയ കാര്യമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ ശ്രീതു വന്നിരിക്കുന്ന സമയത്ത് റസ്മിൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ശ്രീതുവിൻ്റെ അടുത്ത്. എന്തു പറ്റി എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നമുക്ക് ഗെയിം ആവുന്ന സമയത്ത് നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് നമുക്ക് കളിക്കേണ്ടി വരും. നമുക്ക് അപ്പുറത്ത് ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് നമുക്ക് കളിക്കേണ്ടി വരും, ടീമിനെ വിജയിപ്പിക്കേണ്ടി വരും. അപ്പൊ പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിനക്ക് തന്നെ അറിയാലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുള്ളത് ഏത് ഗ്രൂപ്പായിരുന്നു എന്നുള്ളത്. പക്ഷെ എനിക്ക് അവർക്കെതിരെയാണ് എനിക്ക് കളിക്കേണ്ടി വന്നത്. സ്വന്തം ടീമിന് വേണ്ടി എനിക്ക് കളിക്കേണ്ടി വന്നു, സ്വന്തം ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് കളിക്കേണ്ടി വന്നു, ഞാൻ കളിച്ചു, അതേ ഉള്ളൂ ശ്രീതു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീതു അവിടെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതുവരെ മനസ്സിലാവുന്നില്ല ശ്രീതു എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നീടാണ് ശ്രീതു അവിടെ പറയുന്നത് റസ്മിന്റെ അടുത്ത്, നീ എത്ര പറഞ്ഞാലും ചെയ്ത തെറ്റല്ലാതെ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങളാണ് ആദ്യം അവർക്ക് വാക്കു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അതായത് ജാസ്മിനും ശ്രീതും വന്നിട്ട് നെക്സ്റ്റ് ടീമിന്റെ ഒപ്പം ചേർന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഡെൻ ജയിച്ചാലും ഇവരുടെ ടീം ജയിച്ചാലും ഇവർക്ക് ഫസ്റ്റ് എത്താനായിട്ട് സാധിക്കില്ല. ഒരു പോയിന്റ് അവിടെ നിലനിൽക്കുന്നത് അവിടെ നെക്സ്റ്റ് ടീമിനെയാണ്. അപ്പൊ നെക്സ്റ്റ് ടീമിനെ ഇത്തവണ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് 4 പോയിന്റ് ആയിട്ട് അവിടെ നിൽക്കും. അങ്ങനെയുള്ള സമയത്ത് അവിടെ ടണൽ ടീം തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടണൽ ടീമിനെയും അതുപോലെ നെക്സ്റ്റ് ടീമിനെയും സെയിം പോയിന്റ് ആവും. അപ്പൊ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ക്രൂഷ്യൽ മൊമെന്റ് ആയി മാറും. അപ്പൊ ഞങ്ങൾ ടണൽ ടീമിനെതിരെ കളിക്കാം, അവർക്കാണല്ലോ ഏറ്റവും പോയിന്റ് കൂടുതൽ, ഞങ്ങൾ കളിക്കാം, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കളിയും കളിച്ചോ എന്നൊരു വാചകം അവിടെ നെക്സ്റ്റ് ടീമിന്റെ അടുത്ത് അവിടെ ജാസ്മിനും ഇവരും വന്ന് പറഞ്ഞിരുന്നു, സംസാരിച്ചിരുന്നു. ഞങ്ങൾ ടണലിനെതിരെ കളിക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ടണലിലായി 3 പേരൊപ്പം ഞങ്ങൾ ഒരുമിച്ച് കളിക്കും, ആരെയും ഫേവറിസം കാണിക്കില്ല, ഞങ്ങൾ ടണൽ ടീമിന്റെ ഒപ്പവും കളിക്കും എന്ന് അവിടെ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഗെയിം കളിക്കാൻ വന്ന സമയത്ത് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ടണൽ ടീമിനെ എതിരെ അവർ കളിച്ചില്ല. ജിൻഡോയ്ക്ക് ടണൽ ടീം ജയിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ടണൽ ടീം ജയിച്ചു കഴിഞ്ഞാൽ ജിൻഡോനെ പവർ റൂമിലേക്ക് കയറ്റാം എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ജിൻഡോ പറയുന്നത്. കയറ്റോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും അവിടെ പവർ റൂമിലേക്ക് കയറ്റാം എന്നൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. ജിൻഡോയ്ക്ക് മാത്രമാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നെസ്റ്റിനെതിരെ കളിക്കുകയായിരുന്നു ഇവരെല്ലാവരും. ടണലിനെ ആക്രമിച്ചേയില്ല അവർ സെക്കൻഡ് റൗണ്ടിൽ. അപ്പൊ ആ സമയത്ത് ആ കുറ്റബോധമാണ് അവിടെ ശ്രീധുവിനുള്ളത്. ഞങ്ങൾ എല്ലാവർക്കെതിരെയും കളിക്കും, നിങ്ങൾക്കെതിരെ മാത്രമല്ല ടണലിനെതിരെയും കളിക്കും, ടണലിനെയും ഞങ്ങൾ ആക്രമിക്കും എന്ന് അവിടെ പറഞ്ഞിരുന്നു. ടണലിനെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, ടണലിനെയാണല്ലോ ഏറ്റവും പോയിന്റ് കൂടുതൽ എന്നുള്ളൊരു കാര്യം അവിടെ പറഞ്ഞിരുന്നു. ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ശ്രീധു ആണെങ്കിലും പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ സ്വന്തം ടീമിന്റെ താല്പര്യം, അതായത് അവിടെ ജിൻഡോയുടെ താല്പര്യം എന്ന് പറയുന്നത് നെസ്റ്റിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. ടണലിനെ സെക്കൻഡ് റൗണ്ടിൽ ആക്രമിക്കേണ്ട, നമുക്ക് നേരെ നെസ്റ്റിനെ തോൽപ്പിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ജിൻഡോയ്ക്ക് ഒപ്പം നിന്ന് അവര് നെസ്റ്റിനെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന്റെ കുറ്റബോധമായിരുന്നു ഭയങ്കരമായിട്ട് അവർ ശ്രീധുവിന് ഉണ്ടായിരുന്നത്. റസ്മിൻ അവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും അവിടെ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്, നീ എത്ര പറഞ്ഞാലും എനിക്ക് ആ വിഷമം മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ശ്രീധുവിനെയാണ് ലൈവിൽ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത്.